ഒക്ടോബർ 1 മുതൽ മലയാള സിനിമയിൽ സേവനവേതന കരാർ നിർബന്ധമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും നിർമ്മാതാക്കൾ കത്തയച്ചു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്ന അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ കരാർ ഒപ്പിടണമെന്നും കരാറിന് പുറത്ത് പ്രതിഫലം നൽകില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കരാറ്, അതായത് സേവനവേതന കരാറ് മുൻപ് തന്നെ സിനിമാ മേഖലയിൽ നിലനിന്നിരുന്നു. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടാത്ത തരത്തിലായിരുന്നു. ഈ കരാറിൽ പല സിനിമാ താരങ്ങളും ഒപ്പിടാത്ത സാഹചര്യം, അല്ലെങ്കിൽ മറ്റ് സംഘടനയിലെ മറ്റംഗങ്ങൾ ഒപ്പിടാത്തൊരു സാഹചര്യത്തിലൊക്കെ പലപ്പോഴും ഈ കരാറ് പ്രാബല്യത്തിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും അതിന് പിന്നാലെ ഉള്ള വലിയ ചർച്ചകളും, ഒപ്പം ഹേമ കമ്മിറ്റിയിൽ തന്നെ ഈ വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നിലപാട് കടുപ്പിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഫെഫ്കയ്ക്കും അമ്മയ്ക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിലെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ഇവരെല്ലാവരും തന്നെ ഈ ഒരു കരാറിൽ ഒപ്പിടണം. അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ ഒരു കരാറിൽ ഒപ്പിടണം. ആ കരാറിൽ പറയുന്ന അടിസ്ഥാനത്തിലുള്ള വേതനം മാത്രമേ നൽകുകയുള്ളൂ. അത് കരാറിലില്ലാത്ത അധിക തുക ആവശ്യപ്പെട്ടാൽ അത് നൽകുകയില്ല. ഈ കരാറിൽ ഒപ്പിടാതെ ഏതെങ്കിലും ഒരു സിനിമ ചെയ്യുകയോ പിന്നീട് സംവിധായകരോ അല്ലെങ്കിൽ സിനിമയിലെ അഭിനേതാക്കളോ കൂടുതൽ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഒത്തുതീർക്കുവാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള ഈ ഒരു കരാറിൽ അതിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ സിനിമ ആരംഭിക്കുക പാടുള്ളൂ. അങ്ങനെ സിനിമ കരാറിൽ ഒപ്പിടാത്ത പക്ഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേതനത്തിന്റെ പേരിൽ ഒരു തർക്കമുണ്ടായാൽ അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീർക്കുകയില്ല എന്നുകൂടിയാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ സിനിമാ മേഖലയിലെ തന്നെ വലിയ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ടാകുന്നു എന്നുള്ള ഒരു തരത്തിലുള്ളൊരു വാർത്ത ഇതിനു മുൻപ് തന്നെ നമ്മൾ പുറത്തുവിട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സിനിമാ മേഖലയിലുള്ളവർ തന്നെ ലഹരി ഉപയോഗത്തെ കുറിച്ച് വിലക്ക് നേരിടുകയും അതിനെക്കുറിച്ച് പരാമർശങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം അതിന് ഇരയാകുകയോ അല്ലെങ്കിൽ അങ്ങനെ ലൈംഗിക ചൂഷണം നടത്തുകയോ ചെയ്താൽ അവർക്കെതിരെയും തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയ ഈ ലെറ്ററിൽ പറയുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യമാണ്. അത് അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ലെറ്റർ നൽകിയിട്ടുണ്ട്. കരാർ നിർബന്ധമാക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നാണ്.